6 വർഷം മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന പിതാവ് കോടതിയിൽ. വ്യാഴാഴ്ചകളിൽ ജസ്ന രഹസ്യമായി പോയിരുന്ന ആരാധനാലയം കണ്ടെത്തിയെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. രഹസ്യ സ്വഭാവത്തോടെ നല്ല നിലയിൽ ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ CBI തയ്യാറായാൽ വിവരങ്ങൾ കൈമാറാമെന്നും തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ജസ്നയ്ക്ക് എന്ത് പറ്റിയെന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിനാണ് മകൾ ജീവിച്ചിരിപ്പില്ലെന്ന് പിതാവ് കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജസ്നയ്ക്ക് ഒരു അജ്ഞാത സുഹൃത്തുണ്ടെന്നും ഇയാളാകാം ജസ്നയുടെ മരണത്തിന് കാരണമെന്നും പിതാവ് തന്റെ ഹർജിയിൽ ആരോപിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും ജസ്ന രഹസ്യമായി ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകാറുണ്ടായിരുന്നു. ആ ആരാധനാലയം താൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ജസ്ന അജ്ഞാത സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. ജസ്നയെ കാണാതാകുന്നതും ഒരു വ്യാഴാഴ്ചയാണ്. ഈ ദിശയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ CBI തയ്യാറായില്ലെന്നും പിതാവ് ആരോപിക്കുന്നു. അജ്ഞാത സുഹൃത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കലുണ്ട്. രഹസ്യ സ്വഭാവത്തിൽ നല്ല നിലയിൽ അന്വേഷിക്കാൻ CBI തയ്യാറായാൽ ഈ വിവരങ്ങൾ കൈമാറാമെന്നും പിതാവ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അല്ലാത്തപക്ഷം അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന സംശയവും ജസ്നയുടെ പിതാവ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ജസ്നയുടെ മുറിയിൽ നിന്ന് ലഭിച്ച രക്തം പുരണ്ട വസ്ത്രം CBI പരിശോധിച്ചില്ലെന്നും പിതാവ് കോടതിയിൽ ആരോപിച്ചു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ മാസം 19-ന് നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.